ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കേക്ക് ഐസിങ് ആണ്. നമ്മുടെ ക്യാമറമാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനുള്ള കേക്ക് ഐസ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണാം. നമ്മളൊരു കേക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേപ്പർ നമ്മൾ പറിച്ച് മാറ്റിയിട്ട് ഇങ്ങനെയാണ് കേക്ക് ഉണ്ടാവുക. എന്നിട്ട് നമ്മളിതിനെ 3 പീസാക്കിയിട്ട് മുറിക്കാൻ പോവാണ്. കേക്ക് കട്ടർ ഉള്ളവർക്ക് അത് വെച്ച് മുറിക്കാം കേട്ടോ. ഇത് നമുക്ക് പതുക്കെ ഇങ്ങനെ കമത്തിയാൽ മതി. അപ്പോൾ നേരെ നമുക്ക് ഒരു ലെയർ കിട്ടി. അടുത്ത ലെയർ മുറിക്കുക. ഇങ്ങനെ 2 ലെയർ അങ്ങോട്ട് മാറ്റുക. 3 ലെയറായിട്ട് ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ പഞ്ചസാര പാനിയായിട്ട്, അതായത് ലൂസാക്കിയ വെള്ളം നമുക്കിതിൽ ഒഴിക്കണമായിട്ട് നമുക്ക് ചെയ്യാം. 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒരു 4-5 മിനിറ്റ് അങ്ങനെ ഉണ്ടാക്കിയ പഞ്ചസാര പാനിയാണിത്. അത് ചൂടാറിയ ശേഷം ഇതിൻ്റെ മോൾഡ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടിപ്പാണിത്. നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ഒരു മണിക്കൂറോളം ഫ്രീസറിൽ വെക്കണം. നന്നായിട്ട് തണുപ്പിക്കണം, പ്രത്യേകിച്ച് ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ. അതുപോലെ തന്നെ ഈ ബ്ലേഡും ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കണം. വിപ്പിംഗ് ക്രീം, ഈ കേക്ക് മൊത്തമായിട്ട് ഐസ് ചെയ്യാനുള്ളത് മുഴുവൻ ഞാൻ വിപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം 1 കപ്പ് ഒഴിച്ചു. പിന്നെ ഇത് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ബീറ്റ് ചെയ്യേണ്ടത് അതിനൊരു ടെക്നിക്കുണ്ട്. അതാണ് പലപ്പോഴും പലരുടെ ക്രീം ശരിയായി വരാത്തത്. ആദ്യം 1 മിനിറ്റ് അടിക്കണം ഫസ്റ്റ് സ്പീഡിൽ. സെക്കൻഡ് സ്പീഡിൽ 2 മിനിറ്റ് അടിക്കണം. തേർഡ് സ്പീഡിൽ 3 മിനിറ്റ് അടിക്കണം. ഫോർത്ത് സ്പീഡിൽ വീണ്ടും 1 മിനിറ്റ് അടിക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ നമ്മളിത് അടിക്കാൻ പോവാണ്. ഞാൻ ഫോണിൽ ടൈമർ വെച്ചിട്ടാണ് ഇത് അടിക്കാറ്. സ്പീഡ് 2-ൽ 2 മിനിറ്റ്. അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ തിക്കാവും, നമുക്കിങ്ങനെ ഹെവി പോലെ തോന്നിക്കും. അതിൻ്റെ അർത്ഥം അത് റെഡിയായി തുടങ്ങിയെന്നാണ്. നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ പീക്ക് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇതിങ്ങനെ ചെരിച്ചാൽ പോലും താഴെ വീഴില്ല. അത് കംപ്ലീറ്റ്ലി സെറ്റായിട്ടുണ്ട്. പഞ്ചസാര പാനി ഒഴിച്ച് റെഡിയാക്കിയ ഈ കേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യമായിട്ട് വേണ്ടത് ഇങ്ങനത്തെ ഒരു സ്പാറ്റുലയാണ്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ഈ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്രീം എടുത്ത് നമുക്ക് നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ നമുക്ക് ഐസ് ചെയ്യാം. ആദ്യത്തെ കോട്ടിങ് ക്രംബ് കോട്ടിംഗ് ആണ്. അത് ചെയ്തിട്ട് ഒന്ന് സെറ്റായിട്ട് വേണം സെക്കൻഡ് കോട്ടിങ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ മുകളിലും പഞ്ചസാരപ്പാനി കുറേശ്ശെ ഒഴിക്കുക എല്ലാ സൈഡിലും. ഇതിലേക്ക് വീണ്ടും ഇനി നമ്മൾ അടുത്ത ലെയറും കൂടി വെക്കാൻ പോവാണ്. ഇതും സെറ്റായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തേർഡ് ലെയറും കൂടി വെച്ച് ഒഴിക്കണം. ഇതിൻ്റെ മോൾ ഭാഗം ഭയങ്കര കട്ടിയാണെങ്കിൽ അത് ചെത്തിക്കളയണം. ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ചെത്തിക്കളയുന്നില്ല. തേർഡ് ലെയറിലും ഇതിടാൻ പോവാണ്. ഇനി ഇത് സൈഡിലോട്ടും കൂടി നമുക്കൊന്ന് അസലായിട്ട് പിടിപ്പിക്കണം. എല്ലാ സൈഡിലും ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് ഇതിനെ ക്രംബ് കോട്ടിംഗ് എന്ന് പറയുന്നത്. ക്രംബില്ലാതെ നമുക്ക് ഐസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ എടുത്ത അത്രയും ക്രീം വെച്ച് പെർഫെക്റ്റ് ക്രംബ് കോട്ടിങ് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി ഞാനത് ഫ്രിഡ്ജിലേക്ക് ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് സെറ്റായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള തണുപ്പുള്ള ഫ്രിഡ്ജിൽ വെക്കും. ഫ്രീസറിൽ വെക്കണമെന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് ഒരുവിധം സെറ്റായി കഴിയുമ്പോൾ നമുക്കിനി എടുത്ത് സെക്കൻഡ് ചെയ്യാം. ക്രംബ് കോട്ട് കഴിഞ്ഞിട്ട് ഫൈനൽ കോട്ടിന് വേണ്ടിയിട്ടുള്ള ഐസിങ് ആണ് നമ്മൾ റെഡിയാക്കാൻ പോണത്. ഈ മാക് ടോപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കണത് കേട്ടോ. ഇത് ഡയറി ഫ്രീ ആണ്, പാൽ പ്രോഡക്റ്റ് വെച്ച് ഉണ്ടാക്കിയതല്ല.
ഒറ്റ കപ്പ് മതിയാവും. ഇപ്പം ഞാനിത് 6 മിനിറ്റ്, അതായത് നേരത്തെ അടിച്ച പോലെ 1, 2, 3 സ്പീഡുകളിൽ പല പ്രാവശ്യമായിട്ട് അടിച്ചു. ഇപ്പം ഞാനിതിൽ കളർ ചേർക്കാൻ പോവാണ്. ജെൽ കളറാണ് ആഡ് ചെയ്തിടുന്നത്. ഒറ്റ ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി. 1 മിനിറ്റ് നല്ലൊരു കളർ വരും, നമുക്ക് കാണാം. കുറേശ്ശെ കുറേശ്ശെ എല്ലാ സൈഡിലും വെച്ച് കൊടുക്കാം. പരന്ന് താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ നല്ല ക്ലീനായിട്ട് നമുക്ക് തിക്കായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ നന്നായിട്ട് എല്ലാ ഭാഗത്തും വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു ചെറിയ ഷേപ്പർ കൊണ്ട് പതുക്കനെ ഇങ്ങനെ പുള്ളി ചെയ്യുക. അങ്ങനെ നമ്മൾ ഐസിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നേക്കാണ്. ഫുള്ളായിട്ട് നന്നായിട്ട് നമ്മളത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം കൂടിയും ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ്. ഇനി ഇത്രയ്ക്ക് ഷേപ്പ് ചെയ്ത ഈ കേക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പർ വെച്ച് നമ്മളിവിടെ ചെയ്യാൻ പോവാണ്. പതുക്കെ വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ പതുക്കെ ഓടിക്കുക. ഇനി നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടൻ്റാണിത്. ഇതെടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് കുഴച്ച് ഇനി ഒന്ന് പരത്തണം. ഇങ്ങനെ ഇതൊക്കെ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടികളാട്ടോ. നമുക്ക് പൈപ്പിംഗ് ബാഗ് വെച്ച് ഐസിങ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനത്തെ പല സാധനങ്ങളും ഇപ്പോൾ കടയിൽ അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് നല്ല സൂപ്പറായിട്ട് ചെയ്യാം. ഇതാദ്യം പ്രസ് ചെയ്യുക, എന്നിട്ട് ഇത് വെച്ച് ഞെക്കാം. കണ്ട ഉണ്ടാക്കിയ പൂക്കളും ആൽഫബറ്റ്സൊക്കെ നമുക്ക് സുഖമായിട്ട് എടുക്കാം. ഒന്നൊന്നായിട്ട് നമ്മൾ പൂക്കൾ ഇവിടെ വെക്കാൻ പോവാണ്. പതുക്കെ പതുക്കെ ഉണ്ടാക്കിയ പൂക്കൾ ഒരു ഐഡിയയിൽ പതുക്കെ വെക്കുക. ബാക്കി വന്ന ഫോണ്ടൻ്റ് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടിയിട്ട് നമുക്കിങ്ങനെ ചെറിയ ബോൾസ് ആയിട്ട് ഇവിടെ വെക്കാം. വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ടാട്ടോ. നല്ല എല്ലാ ഡെക്കറേഷനും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം. at 15 ആൽവിൻ ഹാപ്പി ബർത്ത്ഡേ ഇതെല്ലാം നമ്മൾ ഒട്ടിച്ചു. ആ ഫോണ്ടൻറ്റിൻ്റെ ബാക്കി വന്നതുകൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാക്കിയേക്കുന്നത്. ചെറിയ പേൾസും ഈ സിൽവർ ബോളൊക്കെ ഇട്ടിട്ടുണ്ട്. Happy birthday to you. ഇത് ഓർഡർ എടുക്കാൻ പറ്റില്ല.